പറയാം. ഞാനിവിടെ സൂപ്രണ്ടാകുമ്പോഴേക്ക് കടുവ പ്ലാന്റേഷന്റെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്നു. രാത്രി വരെ ഞാൻ ജോലി ചെയ്യും. വൈകിട്ട് പോകുമ്പോൾ എനിക്കൊരു 3 രൂപ തരും. ഇവര് ഹെലികോപ്റ്റർ വന്നു പറഞ്ഞിട്ട് അവിടെ മരുന്നടിക്കാൻ വന്നിരുന്നു. മരുന്നടിക്കാൻ വന്നപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഈ വി സി കുമാറിന്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ പോയി. ഞാൻ ഉണ്ടാക്കി ഇതെല്ലാം നോക്കി സൂക്ഷിച്ച് എല്ലാം വന്നിട്ട് നമ്മളേക്ക് തുടങ്ങി തുമ്പലും പിന്നെ എല്ലാം തുടങ്ങി. അതിന്റെ പിന്നെ ഈ കൈ കോലത്തിലായി. ആ നായിന്റെ മക്കളെ ഞാൻ ഒരു കാലത്തും വിടൂല. ഭർത്താവ് ആത്മഹത്യ 2 കൊല്ലമായി. കുറച്ച് കാക്ക് സുഖം ഉണ്ടായിട്ടില്ല. ನನ್ನ ಅಕ್ಲೇನು ನಾನು ಬುಡ್ಪುಣ ವಂಚದಿಗಿಟ್ಟೆ ಕಳಜ್ ಆನು ಪೊಣ್ಣು ನನ್ಪುಣ ಕೆಲವು ಉಳ್ಳೇರಮಳು ಅಪ್ಪ ಆ ನಾಯ್ಕೆ ಒಟ್ಟಿನ ಅಕ್ಲೇನು ನನಗ್ ಗ್ಯಾರಂಟಿ ಅನ್ಲ ಅಕ್ಲೆ ದೊಂಕದ ಅನ್ಲ ಪಾಡದೆ ಎಂಕಲ സാമർത്ഥ്യം ഇത്തിട്ട് അക്കളെ പോപ്പണ സാധ്യത ഉണ്ടെത്തി. മുണ്ടക്കൈ കോളനി ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങൾക്ക് നടുവിലാണ്. വീടുകളെല്ലാം ചികിത്സയും ഡോക്ടറും ഇല്ലാത്ത ചെറിയ ആശുപത്രികൾ. ഇവിടെ രോഗികൾ മാത്രം. ഇതിലൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നത് മരുന്നടിച്ചുകൊണ്ട്. അപ്പോ ചില സമയത്ത് മൂടും യോറായിട്ടുണ്ട്. ഇല്ല മൂടില്ല. ഈ സ്ഥലം പ്ലാന്റേഷന്റെ സെന്റർ മുതലപ്പാറ ഡിവിഷന്റെ സെന്ററിലാണ് ഇത് വരുന്നത്. അപ്പൊ ഈ മരുന്നടിച്ചുകൊണ്ട് പോകുന്ന രംഗം ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ പാറിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതൊരു കുട്ടിനെ തല ഇത്ര വലുതായിട്ട് ആ കുട്ടിനെ ആസ്പത്രി കൊണ്ടുപോയത് ഞങ്ങളടക്കം കൂടി പിരിച്ചെടുത്ത് കൊണ്ടുവരാമെന്ന്. നല്ല വലുപ്പമല്ലോ തർക്കായി. സ്വകാര്യതായിട്ട് കടിക്കുമ്പോ പറഞ്ഞു അങ്ങനത്തെ ഗർഭിണിയായപ്പോ ബെസ മരുന്നെന്ത് ബാറ്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അത് എനിക്കിപ്പോഴേ ഇങ്ങനെയുണ്ട്. എനിക്ക് സുഖമില്ല ശ്വാസമുട്ട സുക്കട് വേറെ ക്യാൻസർ അങ്ങനത്തെ വരും. ഇപ്പൊ എടുത്തില്ല. കുളമൊന്നും മൂടലേ ഇല്ല. ഇങ്ങോട്ട് വരാറേ ഇല്ല. ഈ മരുന്ന് അടിക്കുന്ന സമയത്ത് ആ മീനെല്ലാം പറ്റ ചത്തു കൊണ്ടുവന്ന്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മധ്യത്തിലാണ് ഈ കോളനി ഒട്ട് കേന്ദ്രമുണ്ട്. ഈ മരുന്ന് തെളിയുന്ന സമയത്ത് ഈ കുട്ടി ഈ പുറത്തിരിക്കാൻ വേണ്ടി വെളിയിലാണ് ഈ പറമ്പിൽ കളിക്കുന്ന സമയത്ത് കണ്ടമാനം കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിൽ തെളിച്ച് പിന്നെ കുട്ടിയുടെ ഇതൊക്കെ നനഞ്ഞിട്ടാന്ന് വെച്ച് 2-ാം ദിവസം കഴിഞ്ഞിട്ട് ഉഗ്രം പനിയാണ്. പനിയെ വേണ്ടിട്ട് കിടപ്പിലായി. 1 മാസം കഴിയുമ്പോൾ കുട്ടിയുടെ കാലിന് ബലഹീനതായി. മരുന്നടിക്കുന്ന സമയത്ത് എനിക്ക് ഈ തലചുറ്റും ചെറിയ ഈ ഹൃദയത്തിനകത്ത് ഒരു വെപ്പാളമെല്ലാം വരുമായിരുന്നു. വിവാഹം കഴിച്ച് 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആയിട്ട് 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അലಸಿ പിരിഞ്ഞു പോകുന്നു. മാസക്കുളി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ 2-3 മാസത്തിലൊരിക്കൊക്കെയാണ് മാസം ഇരിക്കുന്നത്. എനിക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു 7-8 മാസം കൊണ്ട് ഞാൻ മാസം ഇരിക്കുന്നില്ല. ഞങ്ങൾ അവര് ഓല 4 കൊണ്ടുവന്ന് നോക്കും. അതെടുത്തിട്ട് ഞങ്ങൾ മൂട് കിടന്ന് കുറ്റിരിക്കുമ്പോ അവര് പറയുന്നില്ല. അടിക്കുമ്പോ ഞങ്ങൾ ഇന്ന ദിവസം തുടങ്ങുന്നെന്ന് പറയലില്ല, ഇന്ന ദിവസം ഞങ്ങൾ നിർത്തുന്നെന്ന് പറയില്ല. എന്തില്ല. രാവിലെ 6 മണിക്ക് ചിലപ്പോ തുടങ്ങിയിട്ട് 12 കുഞ്ഞുങ്ങളെല്ലാം മൊത്തണ്ടാവും. കുഞ്ഞുങ്ങള്, കോഴി, ആട്, കാരി എല്ലാം ഉണ്ടാവും. ഇങ്ങനെ പാറുന്ന പോലെ ഒരു തണുപ്പ് വരുന്നു. ഇങ്ങനെ മഞ്ഞ് വെള്ളം വീഴുന്ന പോലെ. ഇതുകൊണ്ടല്ലേ ഇപ്പൊ 2 പാലട കൊണ്ടിട്ടിടുന്നത്. പാറിക്കൊണ്ടാണ്. ഹൃദയം തുറന്നുവെച്ച ഈ കുളത്തിനു മുകളിലൂടെ കീടനാശിനി വിഷം സ്ഖലിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ എത്ര വട്ടം പറന്നു പോയിരിക്കണം. അനിയത്തില് അമ്മ